എൻ വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നടക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് എത്തിയിട്ടുള്ളത് കണ്ണൂരിലാണ്. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് പയ്യാമ്പലം ബീച്ചിലൂടെയാണ്. പയ്യാമ്പലം ബീച്ചിൻ്റെ പ്രത്യേകതയാണ്, ഇവിടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്നറിയില്ല, വളരെ തണുത്ത കാലാവസ്ഥയാണ്. സമയം 11 മണിയാണ്. നിങ്ങൾക്ക് ക്യാമറയുടെ ലൈറ്റിംഗ് കണ്ടാൽ തന്നെ മനസ്സിലാകും വെയിലൊന്നുമില്ല എന്ന്. ഇവിടെ പയ്യാമ്പലം ബീച്ച് മാത്രമല്ല, പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം സ്മാരകങ്ങൾ കാണാം. ഉദാഹരണത്തിന് ഇ.കെ. നായനാർ, കോടിയേരി ബാലകൃഷ്ണൻ പോലെ. ഇത് സുകുമാർ അഴീക്കോടിൻ്റെ സ്മാരകമാണ്. ഇത് ഇ.കെ. നായനാരുടെ സ്മാരകമാണ്. ഇത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മാരകമാണ്. ഇവ കൂടാതെ മറ്റൊരുപാട് രാഷ്ട്രീയ നേതാക്കളുടെയും സൈനികരുടെയും എല്ലാം സ്മാരകങ്ങൾ കാണാം. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ ലെങ്ത് ക്രമാതീതമായി വർദ്ധിക്കും. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ എല്ലാം ഒന്ന് കാണിച്ചു തരികയാണ്. രാഷ്ട്രീയക്കാരുടെ കൂടാതെ സൈനികരുടെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പയ്യാമ്പലം ബീച്ച് എപ്പോഴും നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. കാരണം ഇവിടെ NSS വിദ്യാർത്ഥികളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേരം നടക്കാൻ തോന്നും. അത്രയും മനോഹരമാണ് ഇവിടെ. പയ്യാമ്പലം ബീച്ച് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗറെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ട്രിപ്പ് 3 ഭാഗങ്ങളായിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. കണ്ണൂരിലെ മറ്റു 2 സ്ഥലങ്ങളുടെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.